എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. നമ്മുടെ നിലയത്തിലെ ഒരു ചെറിയ പരിപാടിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ 40 പേർക്ക് ഉച്ചയ്ക്ക് നല്ല ദം ബിരിയാണി ഉണ്ടാക്കിയായിരുന്നു. അതിൻ്റെ വിശേഷമാണ് ഇന്ന് നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. ഈ 40 പേർക്ക് ദം ബിരിയാണി ഉണ്ടാക്കാൻ നമ്മളെടുത്തത് 6 കിലോ നല്ല റോസ് കൈമ അരിയാണ്. അതിനോടൊപ്പം തന്നെ 11 കിലോ ചിക്കൻ മേടിച്ചു. അത് കണ്ട് വൃത്തിയാക്കി വരുമ്പോൾ നമുക്ക് 7 കിലോ നല്ല മീറ്റ് കിട്ടും. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെയാണ് ഇത് ചെയ്യുന്നത്. നല്ല രസമാണ്, ഒരു കല്യാണ വീട്ടിലെ പ്രതീതി എല്ലാവരും കൂടി കഴിയുമ്പോൾ. ആദ്യം തന്നെ അരി അളന്നിട്ട് നമ്മൾ കഴുകി അത് സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കണം. ഈ അരി അളക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആകെ എത്ര കപ്പ് അരിയുണ്ടോ അതിൻ്റെ 1.5 ഇരട്ടി വെള്ളമാണ് നമ്മൾ വെക്കുന്നത്. നമ്മൾ അളന്നപ്പോഴേ ഏതാണ്ട് 8 ഗ്ലാസ്സോളം അരി ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ 12 കപ്പ് വെള്ളമാണ് നമ്മൾ ചോറ് വേവിക്കാൻ വേണ്ടി എടുക്കുന്നത്. അതിന് ശേഷം നമ്മൾ ചിക്കൻ വേവിക്കാൻ ഉദ്ദേശിക്കുന്ന ഉരുളി അടുപ്പത്ത് വെച്ചതിന് ശേഷം അണ്ടിപ്പരിപ്പ്, മുന്തിരി, പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഒരു 2-4 സവാളകൾ നമ്മൾ അരിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സവാള ഇത്ര നമ്മൾ നല്ല വൃത്തിയായിട്ട് നമ്മൾ നല്ലപോലെ വറുത്ത് കോരി എടുക്കുക. അപ്പോൾ കരിഞ്ഞ പോയി ശ്രദ്ധിക്കണം. ഒരു ബ്രൗൺ കളറിലാവുന്ന ആ ഒരു പരുവത്തിനാണ് നമ്മളിതെല്ലാം എടുക്കേണ്ടത്. നല്ലപോലെ കഴുകി നല്ല വെള്ളം വലിഞ്ഞ ചിക്കനിലേക്ക് ഒരു 50 ഗ്രാം ബിരിയാണി മസാലയും കുറച്ച് മഞ്ഞൾപ്പൊടി, 2 സ്പൂണ് കുരുമുളക് പൊടി, കളറിന് വേണ്ടി 1 സ്പൂൺ കാശ്മീരി മുളക് പൊടി, പിന്നെ 2 സ്പൂൺ ഗരം മസാല, 2 നാരങ്ങയുടെ നീര്, മല്ലിയില, പുതിനയില, പിന്നെ അല്പം കറിവേപ്പില, പിന്നെ ഒരു 3/4 ലിറ്റർ തൈര് എന്നിവ ചേർത്ത് നല്ല വൃത്തിയായിട്ട് മിക്സ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് മിക്സ് ചെയ്ത് വെക്കണം. എന്നിട്ട് നമ്മളിത് ഒരു അരമണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എന്നിട്ട് നമ്മൾ ആദ്യം സവാളയൊക്കെ വറുത്ത എണ്ണയിലേക്ക് നമ്മൾ 1 കിലോയ്ക്ക് ഒരു 400 ഗ്രാം സവാള എന്ന കണക്കിലും ഒരു 250 ഗ്രാം തക്കാളി എന്ന കണക്കിലും ആകെ നമ്മൾ 2.5 കിലോ സവാളയും ഒരു 1.5 കിലോ തക്കാളിയും ഒരു 250 ഗ്രാം വീതം വെളുത്തുള്ളി, ഇഞ്ചിയും ഒരു 200 ഗ്രാം പച്ചമുളക് എന്നിവ ഈ സവാളയോട് ചേർത്ത് നല്ലപോലെ വഴറ്റിയിട്ട് നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ എടുത്ത് അതിലേക്കിട്ട് നല്ല വൃത്തിയായിട്ട് മിക്സ് ചെയ്ത് ഒരു 20 മിനിറ്റോളം നല്ല രീതിയിൽ വേവിക്കണം. ഏതാണ്ട് ഒരു 70% വേവാകുമ്പോൾ നമുക്കത് ഇറക്കി വെക്കാം. എന്നിട്ട് നമ്മൾ ആ അടുപ്പിൽ തന്നെ നമ്മൾ ചോറ് വേവിക്കാനുള്ള ചെമ്പെടുത്ത് വെച്ചിട്ട് അതിലൽപ്പം സൺഫ്ലവർ ഓയിലും അല്പം നെയ്യ് ഒഴിച്ചിട്ട് അതിൽ എല്ലാ സ്പൈസസും ഇടുക. അതായത് പട്ട, ഏലക്ക, തക്കോലം, ജാതിപത്രി, സാജീരകം, ജീരകം, ബേ ലീഫ് എന്നിവ ഇട്ടിട്ട് അതിലേക്ക് നമ്മൾ അളന്ന് വെച്ച രീതിയിൽ നമ്മൾ 8 കപ്പ് അരി ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിന് 1.5 ഇരട്ടിയായിട്ട് നമ്മൾ 12 കപ്പ് വെള്ളം കൂടി നമ്മൾ ഒഴിച്ചു കൊടുക്കുക. അത് നല്ല വെട്ടിത്തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ ഒരു നാരങ്ങ നീരും 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 250 ഗ്രാം സൺഫ്ലവർ ഓയിലും 100 ml നെയ്യും ആവശ്യത്തിന് ഉപ്പും നമ്മൾ അരിഞ്ഞ് വെച്ച ക്യാരറ്റ് എന്നിവ ചേർത്ത് നല്ലപോലെ വെട്ടിത്തിളപ്പിക്കുക. അതിലേക്ക് നമ്മൾ സോക്ക് ചെയ്ത് വെച്ച അരി ഇട്ട് കൊടുത്ത് ഒരു 10 മിനിറ്റ് നല്ല വൃത്തിയായിട്ട് അപ്പോഴേക്ക് നമ്മുടെ അരി ഒരു 80% വെന്ത് കിട്ടും. അതിനാണ് മെയിൻ പരിപാടി. ആ വെന്ത അരിയെല്ലാം നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി നമ്മൾ അരി വേവിച്ച് ചെമ്പ് ഫ്രീ ആക്കി എടുത്തിട്ട് അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ചിക്കനെല്ലാം അതിലേക്ക് തട്ടുക. അതിന് മുമ്പ് ഏകദേശം സൺഫ്ലവർ ഓയിൽ ഒരു നെയ്യോട് ഒഴിക്കണം. ആ ചിക്കൻ തട്ടിയതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ വറുത്ത് വെച്ച സവാളയും അണ്ടിപ്പരിപ്പ്, മുന്തിരി ഇവയെല്ലാം അല്പം അതിലേക്ക് ഇടുക. അതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ച ചോറ് എടുത്ത് നമ്മൾ അതിലേക്ക് തട്ടി കൊടുക്കുക. അതിൽ നമ്മൾ ആദ്യം എടുത്ത് മേൽച്ചോറ് വേണം നമ്മൾ അതിലേക്ക് ദം ചെയ്യാൻ വേണ്ടി ഇടുമ്പോൾ അടിച്ചോറായിട്ട് പോകുക. അതിന് ശേഷം നമ്മൾ ആ ചോറ് ഫുള്ളായിട്ട് അതിൽ തട്ടി കൊടുക്കുക. അതിന് ശേഷം നല്ല ലെവൽ ചെയ്തെടുക്കുക. നമ്മളൊരു 300 ഗ്രാം നെയ്യാണ് നമ്മൾ മൊത്തത്തിൽ എടുത്തത്. നമ്മളൊരു 300 ഗ്രാം നെയ്യും ഒരു 250 ഗ്രാം സൺഫ്ലവർ ഓയിലും നമ്മൾ എടുത്തത്. ആ ശേഷിക്കുന്ന 200 ഗ്രാം നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഒരു 100 ഗ്രാമത്തെ മുകളിലൂടെ 100 ഗ്രാം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്ത് നമ്മൾ ശേഷിക്കുന്ന വറുത്ത സവാളയും അണ്ടിപ്പരിപ്പ്, മുന്തിരി, പിന്നെ നമ്മളൊരു പൈനാപ്പിളിൻ്റെ ഒരു പകുതിയോളം നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇട്ട് കൊടുക്കുക. ഒരു നാരങ്ങ നീരും അതിൽ പിഴിഞ്ഞൊഴിച്ചു കൊടുത്ത് നമ്മൾ ഒരു 50 ഗ്രാം വെച്ച് മല്ലിച്ചപ്പും പുതിനയിലയും അതോടൊപ്പം തന്നെ നമുക്ക് അതിൻ്റെ റൈസ് ചെറിയ കളർ കിട്ടാൻ വേണ്ടി നമ്മൾ ചിക്കൻ വേവിച്ചപ്പോൾ തന്നെ നമ്മൾ അതിൽ നിന്ന് അല്പം സ്റ്റോക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതല്പം ഒഴിച്ചു കൊടുത്ത് എന്നിട്ട് ഫ്ലേവറിനായിട്ട് നമ്മൾ കുരുമുളക് പൊടി, അല്പം കുരുമുളക് പൊടിയും അതിൻ്റെ കൂടെ ഒരല്പം ബിരിയാണി മസാലയും കൂടെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ചെമ്പിന് ചുറ്റും മൈദ നല്ലപോലെ വെച്ച് എയർ ടൈറ്റ് ആവുന്ന രീതിയിൽ അടപ്പ് വൃത്തിയായിട്ട് പ്രസ് ചെയ്ത് വെക്കുക. ഒരു 5 മിനിറ്റ് നേരത്തേക്ക് ദം ചെയ്യുമ്പോൾ നല്ല രീതിയിൽ അടിയിൽ തീ കൊടുക്കുക. എന്നിട്ട് അത് അണച്ചതിന് ശേഷം അതിൻ്റെ കനൽ കോരി മുകളിൽ അടപ്പിലിട്ട് ഒരു 30 മിനിറ്റ് അതങ്ങനെ വെക്കുക. ഇതിനിടയിൽ ചിക്കൻ കഴിക്കാത്തവർക്ക് വെജിറ്റബിൾ ആവശ്യമുള്ളവർക്ക് നമ്മൾ കോളിഫ്ലവർ കൊണ്ട് നമ്മളൊരു വെജിറ്റബിൾ കറിയും വെച്ചായിരുന്നു. അതോടൊപ്പം തന്നെ പപ്പടം പൊള്ളിച്ച് സലാഡും റെഡിയാക്കിയായിരുന്നു. ഒരു 5 മിനിറ്റോളം നമ്മൾ തീ കൊടുക്കുമ്പോൾ തന്നെ പതുക്കെ ദമ്മെല്ലാം പൊട്ടി അതിന് സ്റ്റീം വെളിയിൽ വന്ന് തുടങ്ങും. അതിനുശേഷം നമ്മളൊരു അരമണിക്കൂറോളം നമ്മൾ കല്ലിൽ തന്നെ അങ്ങനെ വെച്ചിട്ട് നമ്മൾ സമയം ഏതാണ്ട് ഒരു 12:45 1 മണിയാകുമ്പോൾ എല്ലാവരും കഴിക്കാൻ ഇറങ്ങി വരും.
അപ്പോഴത്തേക്ക് നമുക്ക് എല്ലാവർക്കും ഭക്ഷണം വിളമ്പി വെക്കണം. അത് നമ്മൾ ദമ്മ് പൊട്ടിക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ നമ്മൾ കനലെല്ലാം നീക്കി നമ്മൾ അത് ഒന്നാകെ എടുത്തുകൊണ്ട് നമ്മൾ നേരെ ടേബിളിലോട്ട് കൊണ്ടുവച്ച് പാത്രമെല്ലാം കഴുകി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ആഹാരമെല്ലാം വിളമ്പുകയാണ്. ആദ്യം നമ്മൾ റൈസ് എല്ലാ പാത്രത്തിലും നമ്മൾ ആവശ്യത്തിന് നമ്മൾ റൈസ് ഇടുന്നു. പിന്നീട് നമ്മൾ അടിയിലുള്ള ചിക്കൻ നമ്മൾ രണ്ടാമത് വിളമ്പുന്നത്. നമ്മൾ ഇത് സാധാരണ ചെയ്യുന്നത്. അപ്പം അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ റൈസെല്ലാം വേറെ പാത്രത്തിലേക്ക് മാറ്റേണ്ടതായിട്ട് വരും. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ ആദ്യം ഒരു റൗണ്ട് റൈസ് മാത്രം വിളമ്പി പിന്നീട് നമ്മൾ അടിയുന്ന എല്ലാ പാത്രത്തിലേക്കും നമ്മൾ ആവശ്യമുള്ള പീസ് നമ്മൾ വിളമ്പി 1 മണിയോടുകൂടി വിളമ്പിക്കഴിഞ്ഞു. അപ്പം തന്നെ 1 മണിക്ക് കഴിക്കാനുള്ള ബെല്ലടിച്ചു. അതോടുകൂടി എല്ലാ സാറന്മാരും കഴിക്കാനായിട്ട് ഇറങ്ങി വന്ന് എല്ലാവരും കൂട്ടിരുന്ന് കഴിച്ച് അതോടൊപ്പം ഞാനും കഴിച്ച് എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. എല്ലാവരും നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇനി അടുത്ത തവണയും വെക്കണമല്ലോ, ആരും മോശം അഭിപ്രായം പറയത്തില്ല. എല്ലാവരും തന്നെ നല്ല അഭിപ്രായം പറഞ്ഞു. മനസ്സും നിറഞ്ഞു വയറും നിറഞ്ഞു ഞാനും ഹാപ്പിയായി. സൂപ്പർ.